സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സെൻസർ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനു മുമ്പ് സ്റ്റാറ്റിക്കും ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്കിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ആദ്യം പേര് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്റ്റേഷനറി എന്നുള്ള പേരാണ് ഓർമ്മ തന്നെ. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ റീച്ച് ആയി കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂസിനെയാണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സെൻസർ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചർ സെൻസർ, ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുക, അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുക, എന്നിട്ടൊരു സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്യും. അപ്പൊ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്ത് ടൈമിൽ നമുക്ക് കിട്ടുന്ന വാല്യൂസിനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് തന്നെ ഇപ്പോൾ ഡൈനാമിക് ആണെങ്കിൽ the dynamic characteristics refers to the behavior between the time that the input value changes. അതായത് ഇപ്പോൾ ഇൻപുട്ട് വാല്യൂ ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിന്റെ കേസിൽ പറഞ്ഞതാണെങ്കിൽ ടെമ്പറേച്ചർ ആണ്. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ വാല്യൂ ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് ചെയ്തിട്ട് അതൊരു പർട്ടിക്കുലർ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എത്തും. അപ്പൊ ഈ ഒരു ടൈം പീരീഡിന്റെ ഉള്ളിൽ കിട്ടുന്ന വാല്യൂസിനെയാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മുടെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്കിന്റെ ഉള്ളിൽ വരുന്നതാണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദ റേഞ്ച് ഓഫ് എ സെൻസർ ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റ് ബിറ്റ്വീൻ വിച്ച് ദ ഇൻപുട്ട് can vary. For example, a thermocouple for the measurement of temperature might have a range of 25 to 225 degrees Celsius. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെൻസറിന് ഒരു ലിമിറ്റ് ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ ലിമിറ്റിന്റെ അകത്തായിരിക്കും അതിന് മെഷർമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ ആണെങ്കിൽ ഒരു തെർമോകപ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അതിന് 25 ഡിഗ്രി ടു 225 ഡിഗ്രിയിലാണ് അതിന്റെ ഒരു റേഞ്ച്. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 25 ഡിഗ്രിയുടെ താഴെ, അതായത് ഇപ്പൊ ഒരു 20 ഡിഗ്രി ആണെങ്കിൽ അത് ഈ സെൻസർ കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരു 250 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഇതിൽ മെഷർ ചെയ്യാൻ പറ്റൂല. അപ്പൊ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് റേഞ്ച്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സ്പാൻ. ഓക്കെ, സ്പാൻ എന്ന് പറയുന്നത് റേഞ്ച് ആയിട്ട് റിലേറ്റഡ് തന്നെയാണ്. സ്പാൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പർ അതായത് മാക്സിമവും ലിമിറ്റ് ഉണ്ടല്ലോ 225, അതുപോലെ തന്നെ മിനിമം ലിമിറ്റ് ആണ് 225. ഇത് രണ്ടിന്റെയും ബിറ്റ്വീൻ ഉള്ള ഡിഫറൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ 225 ഉണ്ട്, പിന്നെ 25. ഇതിന് രണ്ടിനെ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു 200 ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ നേരത്തെ പറഞ്ഞ ഈ എക്സാമ്പിളിൽ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ഒരു സ്പാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന എററാണ്. ഇപ്പൊ എന്തൊരു മെഷർമെന്റ് എടുക്കുമ്പോഴും സാധാരണ ഒരു എറർ സാധാരണ ഉണ്ടാവാറുണ്ട്. എറർ എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ട്രൂ വാല്യൂവും നമ്മളിപ്പോൾ മെഷർ ചെയ്ത വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആ ബോക്സിന്റെ ആക്ച്വൽ ഡയമെൻഷൻസ് ഒരു 30 mm ആണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിന്റെ 31 mm വരുന്നെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 31 മൈനസ് 30 ഇസ് ഈക്വൽ ടു 1. അപ്പൊ ആ 1 mm ആയിരിക്കും അതിന്റെ ഒരു എറർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മൂന്നാമത്തെ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മുടെ റേഞ്ച് വന്നു, പിന്നെ സ്പാൻ, പിന്നെ എറർ. ഇനി നെക്സ്റ്റ് ആണ് അക്യൂറസി. അക്യൂറസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലോസ്നെസ് ടു ദ ആക്ച്വൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ. ഇപ്പൊ ഈ പറഞ്ഞ അക്യൂറസി എററും ഓൾമോസ്റ്റ് എന്താ പറയാ റിലേറ്റഡ് തന്നെയാണ്. ഇപ്പൊ എറർ ഏറ്റവും കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ അക്യൂറസി എന്ന് പറയാം. ഓക്കെ, the accuracy refers to the closeness of the arrangement between the actual measurement result and the true value of the measurement. സെയിം തന്നെ, ട്രൂ വാല്യൂ ശരിക്കും നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ തമ്മിലുള്ള ക്ലോസ്നെസ്സിനെയാണ് ഇപ്പൊ അക്യൂറസി എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് തന്നെ 30 പറയാണ്, നമുക്ക് ശരിക്കും 30 mm ആണ് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 30.1 mm കിട്ടുന്നു. ഇത് സിസ്റ്റം എ ആണെന്ന് വിചാരിച്ചോ. സിസ്റ്റം ബിയിൽ മെഷർ ചെയ്തപ്പോൾ 31 mm ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ
എനാണെങ്കിൽ കുറച്ചും കൂടി അക്യുറസി ഉണ്ട്. ബിന് അത്ര അക്യുറസി ഇല്ല. ബിന്ന് പറയുമ്പോൾ അത്ര അക്യുറസി ഇല്ല. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഇനി വരുന്നതെന്ന് പറയുന്നത് അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് സെൻസിറ്റിവിറ്റി. ഇപ്പൊ സാധാരണ സെൻസിറ്റിവിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക മനസ്സിലാവണം, ഇപ്പൊ ഒരു ചെറിയ ഡിഫറൻസിന് വരെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നോർമലി സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ sensitivity of a sensor is defined as the ratio of change in output value of a sensor to the per unit change in input value that causes the output change. സംഭവം ഇത് തന്നെയാണ്. ഒരു ചെറിയ ഇൻപുട്ട് വാല്യൂയുടെ വേരിയേഷൻ എത്രത്തോളം ഔട്ട്പുട്ട് വാല്യൂയുടെ ഇതിൽ ചേഞ്ച് വരുത്തുന്നു. ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയാം. ഒരു തെർമോകപ്പിൾ ഉണ്ട്, ഹാസ് എ സെൻസിറ്റിവിറ്റി ഓഫ് 41 മൈക്രോവോൾട്ട് പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് എന്താ ഉദ്ദേശിക്കണമെന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയാണ് ഇതിനകത്ത് ഇൻപുട്ട് വാല്യൂ ടെമ്പറേച്ചർ ആണ്, ഔട്ട്പുട്ട് വാല്യൂ നമുക്ക് തെർമോകപ്പിളിൽ വോൾട്ടേജിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. നമ്മുടെ സിസ്റ്റം ഇരിക്കുന്നത് ഒരു 30 ഡിഗ്രി സെൽഷ്യസിലാണ്. പിന്നെ ഒരു 31 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുവാണെങ്കിൽ എക്സാക്ട്ലി 41 മൈക്രോവോൾട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമുക്ക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വാല്യൂ ഓഫ് എ സെൻസർ ടു ദ പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് വാല്യൂ ദാറ്റ് കോസസ് ദ ഔട്ട്പുട്ട് ചേഞ്ച്. അപ്പൊ ഇത്രയാണ് 5 ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി വരുന്നത് നോൺ ലീനിയാരിറ്റി. ഓക്കെ, നോൺ ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും വാല്യൂസ് തമ്മിൽ ലീനിയർ ആയിരിക്കണം ഐഡിയൽ കേസിൽ. ഇപ്പോൾ അതായത് ഇപ്പോൾ 1 ഡിഗ്രി ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു 10 മൈക്രോവോൾട്ടാണ് അല്ലെങ്കിൽ 10 മൈക്രോവോൾട്ടാണ് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 2 ഡിഗ്രിയിൽ 20 മൈക്രോവോൾട്ട് ആയിരിക്കും ചേഞ്ച് ആവട്ടെ. ഇതാണ് ഐഡിയൽ കണ്ടീഷൻ. അതായത് ശരിക്കുമുള്ള ഐഡിയൽ കണ്ടീഷനിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ചെറിയ ഇൻപുട്ട് വേരിയേഷന് തന്നെ ഔട്ട്പുട്ട് നല്ലോണം വേരി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ വരുന്തോറും സ്ലോപ്പ് ഇങ്ങനെ 0 അടുത്തു. ഇവിടെ നല്ല സ്ലോപ്പ് ഉണ്ട്, ഇവിടെ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഐഡിയൽ കേസിൽ ഇങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ ശരിക്കുമുള്ള മെഷർ ചെയ്യണ സമയത്ത് ഇങ്ങനെ ഒരു മെഷറൻറ്റ് കർവ് കിട്ടും. അപ്പൊ ഈ ഒരു മെഷറൻറ്റ് കർവില് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഈ രണ്ട് കർവുകളിലും തമ്മിൽ കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ കിട്ടുന്ന ഇതാണ് മാക്സിമം എറർ. ഈ രണ്ടിൽ തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പൊ മെഷർഡ് വാല്യൂവും നമ്മുടെ ഇവിടുത്തെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മാക്സിമം എറർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നോൺ ലീനിയാരിറ്റി. The non-linearity indicates the maximum deviation of the actual measured curve of a sensor from the ideal curve. Linearity is often specified in terms of percentage of non-linearity, which is defined as non-linearity percentage is equal to maximum deviation in input divided by maximum full scale input. ഇത് തന്നെയാണ് സംഭവം. ഇനി നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റെറിസിസ്. ഓക്കെ, നമ്മൾ ഹിസ്റ്റെറിസിസ് ആദ്യമായിട്ട് കേൾക്കണം നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് അതിലൊക്കെയാണ് ഏറ്റവും ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ പഠിക്കുന്നത്. അതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സംഭവത്തിനെ മാഗ്നറ്റൈസ് ചെയ്യും, പിന്നെ ഡീമാഗ്നറ്റൈസ് ചെയ്യും. അന്നേരം ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇതേ സെയിം രീതിക്ക് തന്നെയാണ് ഇതിലും തന്നെ. അപ്പൊ ഇതില് പറയണേന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വാല്യൂ, ഒരു ചെറിയ വാല്യൂ തൊട്ട് വലിയ വാല്യൂയിലേക്ക് വരുന്നു. പിന്നെ ആ വലിയ വാല്യൂയിൽ നിന്ന് തിരിച്ച് ഈ ചെറിയ വാല്യൂയിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് പാത്ത് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഹീറ്റ് ഫ്ലക്സ് ഉണ്ട്, ടെമ്പറേച്ചറും ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലക്സ് ഇങ്ങനെ വരിക, ലോവർ വാല്യൂയിൽ നിന്ന് ഹയർ വാല്യൂയിലേക്ക് വരുന്നു.
അന്നേരം ടെമ്പറേച്ചർ ഡിഫറൻസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ ഹയർ വാല്യൂയിൽ നിന്ന് ലോവർ വാല്യൂയിലേക്ക് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ the hysteresis is an error of a sensor which is defined as the maximum difference in output at any measurement value within the sensor specified range when approaching the point first with increasing and then with decreasing input parameter. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇൻക്രീസിങ് ദെൻ വിത്ത് ഡിക്രീസിങ്. ഇതാണ് ഇൻക്രീസിങ് പാരാമീറ്റർ കാണിക്കുന്നത്. ഈ ഒരു കർവാണ് ഇൻക്രീസിങ് പാരാമീറ്റർ. അത് കഴിഞ്ഞ് ഡിക്രീസിങ് പാരാമീറ്റർ ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിൽ the figure shows the hysteresis error might have occurred during measurement of temperature using a thermocouple. The hysteresis error value is normally specified as a positive or negative percentage of the specified input range. അത് തന്നെ സംഭവം. ഓക്കെ, ഇനി റെസൊല്യൂഷൻ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും സ്മോളസ്റ്റ് ചേഞ്ച്. റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സാധനമുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് വാല്യൂ കിട്ടുന്നത് 30 ആയിട്ട്, രണ്ടാമത്തെ സിസ്റ്റമിൽ കിട്ടുന്നത് 30.1, മൂന്നാമത്തെ സിസ്റ്റമിൽ നമുക്ക് 30.11, ഇത്രയും വരെ നമുക്ക് കറക്റ്റായി ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ ഇസ് ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ഇൻപുട്ട് വാല്യൂ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഒബ്സർവബിൾ ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. അപ്പൊ ഇതിൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ 30 ഡിഗ്രിയിൽ നിന്ന് 30.1 ഡിഗ്രി സെൽഷ്യസിലേക്ക് വേരി ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു ചെറിയ ചേഞ്ച്, അതായത് 0.1 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ചിന് വരെ നമുക്ക് ഔട്ട്പുട്ടിനകത്ത് നമുക്ക് ചേഞ്ച് ഉണ്ടെന്ന് വിചാരിച്ചു. ആ ഒരു ചെറിയ വാല്യൂ ഓഫ് ഇൻപുട്ട് ചേഞ്ചിന് വരെ നമുക്ക് ഔട്ട്പുട്ടിൽ ചേഞ്ച് കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് എ LVDT sensor measures the displacement up to 20 mm and it provides an output as a number between 1 and 100, then the resolution of the device is 0.2 mm. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 20 mm മെഷർമെന്റ് ആണ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ആ 20 mm തന്നെ 1 and 100 അത്രയും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പൊ 20 mm ഡിവൈഡ് ബൈ 100, അപ്പൊ നമുക്ക് 0.2 mm വരെ നമുക്ക് ആ ഒരു ചെറിയ ഡിഫറൻസ് വരെ മെഷർ ചെയ്യാൻ പറ്റും LVDT യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സെൻസർ ഡിവൈസ് ടു ഗിവ് സെയിം ഔട്ട്പുട്ട് വെൻ യൂസ്ഡ് ടു മെഷർ എ കോൺസ്റ്റന്റ് ഇൻപുട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. Stability is the measure of sensor device to give same output when used to measure constant input over a period of time. ഇപ്പൊ ഇതിലെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ട് ഒരു 30 ഡിഗ്രിയുടെ സാധനം മെഷർ ചെയ്തു, അന്നേരം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇതേ സെയിം ഡിവൈസ് തന്നെ ഇതേ സെയിം കണ്ടീഷനിൽ തന്നെ ഞാൻ വീണ്ടും ചെയ്യുക, അന്നേരം എനിക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടുവാണെങ്കിൽ അന്നേരം നമുക്ക് പറയാം നമ്മുടെ സെൻസർ സ്റ്റേബിൾ ആണെന്ന്. അതായത് സെയിം ഔട്ട്പുട്ട് തന്നെ സെയിം ഇൻപുട്ട് വാല്യൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഒരു കുറേ ടൈമിലേക്ക് ഇതേ സെയിം വാല്യൂ ഉള്ളപ്പോൾ ഇതേ ഔട്ട്പുട്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. അതായത് ഇപ്പം ഞാൻ രാവിലെ ഒരു 9 മണിക്ക് വന്നിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യുക, എന്നിട്ട് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് സെയിം ടെമ്പറേച്ചർ തന്നെയാണെന്ന് വിചാരിച്ചു, അന്നേരം പക്ഷെ ഈ തെർമോകപ്പിളിൽ സെയിം ടെമ്പറേച്ചർ തന്നെയാണ് കാണിക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഡ് ബാൻഡ് / ടൈം. The dead band or dead space of a transducer is the range of input values for which there is no output. അതായത് ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്, ഇൻപുട്ടിന് ചേഞ്ച് ഉണ്ട് പക്ഷെ ഔട്ട്പുട്ടിന് ചേഞ്ച് ഇല്ല. ഈ ഒരു ഇതിനെയാണ് ഡെഡ് ബാൻഡ് എന്ന് പറയുന്നത്. The dead band of a sensor device is the time duration from the application of an input until the output begins to respond or change. ഓക്കെ, ഇപ്പൊ ഇതിലിപ്പോ എന്താ പറയാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു സെൻസർ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ചു, അന്നേരം ആ ഒരു ഔട്ട്പുട്ട് വരാനായിട്ടൊരു റെസ്പോൺസ് ടൈം വേണം. ആ ഒരു ചെറിയ ടൈമിന്, ആ ഒരു
ചെറിയ ടൈം വേണം ആ ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. അതിനെയാണ് ഈ ഡെഡ് ബാൻഡ് ടൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബിയറിംഗ് ഫ്രിക്ഷൻ ഇൻ എ ഫ്ലോ മീറ്റർ യൂസിങ് എ റോട്ടർ മീൻസ് ദാറ്റ് there will be no output until the input has reached a particular velocity threshold. ഇപ്പോൾ ഒരു ബിയറിംഗ് ഫ്രിക്ഷൻ ഉണ്ട് ഒരു ഫ്ലൈ മീറ്ററിൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി റീച്ച് ചെയ്താൽ മാത്രമാണ് അതിന്റെ ഫ്രിക്ഷനെ ഓവർകം ചെയ്തിട്ട് അതിലേക്ക് റീഡിങ് കിട്ടാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വരുന്നത് റിപ്പീറ്റബിലിറ്റി. ഇറ്റ് സ്പെസിഫൈസ് ദ എബിലിറ്റി ഓഫ് എ സെൻസർ ടു ഗീവ് സെയിം ഔട്ട്പുട്ട് ഫോർ റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ ഓഫ് സെയിം ഇൻപുട്ട്. അത് തന്നെ. ഇപ്പൊ റിപ്പീറ്റബിലിറ്റിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പർട്ടിക്കുലർ ഇൻപുട്ടിന് സെയിം ഔട്ട്പുട്ട് കിട്ടുന്നതിനെയാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ റിപ്പീറ്റബിലിറ്റിയും സ്റ്റെബിലിറ്റിയും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ, സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിന് സെയിം ഇൻപുട്ട് വാല്യൂ തന്നെയാണെങ്കിൽ ഒരേ ഔട്ട്പുട്ട് കിട്ടണം. അതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പീരീഡ് ഓഫ് ടൈം എന്നുള്ള കേസല്ല. ഇപ്പൊ ഞാൻ ഈ ഒരു സെൻസർ ഇപ്പൊ ഉപയോഗിച്ചു, പിന്നെ ഒരു 10-20 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും സെയിം ഇൻപുട്ട് വാല്യൂന് സെയിം ഔട്ട്പുട്ട് വാല്യൂ കിട്ടണമെങ്കിൽ അതിനെയാണ് റിപ്പീറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞു. ഇനി ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സെൻസർ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഒരു സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കാനായിട്ട് ഒരു ടൈം എടുക്കും. ആ ഒരു ടൈമിൽ കിട്ടുന്ന റീഡിങ്സിനാണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നതാണ് റെസ്പോൺസ് ടൈം. This is the time which elapses for a constant input. A step input is applied to the transducer up to the point at which the transducer gives an output corresponding to some specified percentage. Example, 95% of the true value of input. അപ്പോൾ ഇതിൽ പറയണതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്മൾ പറയണം, ശരിക്കും നമ്മുടെ ഇൻപുട്ട് വാല്യൂ ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് വാല്യൂ ഉണ്ടാവും. ആ ഒരു ഔട്ട്പുട്ട് വാല്യൂടെ 95% എത്തണ വരെ 95% എത്തണ വരെയുള്ള ടൈമിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിൽ വേറൊരു പെർസെൻറ്റേജ് ഉണ്ട്, 63.2%. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 95%ഉം 63.2%, ഈ രണ്ട് സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം. ദിസ് ഇസ് ദ ടൈം വിച്ച് elapses from a constant input. A step input is applied to the transducer up to the point at which the transducer gives an output corresponding to specified 95% value of the input. ഇതിലിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, in a mercury glass thermometer is put into a hot liquid, there can be quite an appreciable time lapse, perhaps as much as 100 seconds or more. Before the thermometer indicates 95% of the actual temperature of the liquid. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ലിക്വിഡ് എടുത്തേക്കുക, ആ ലിക്വിഡിന്റെ ആക്ച്വൽ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് ഇതിലേക്കൊരു തെർമോമീറ്റർ കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ തെർമോമീറ്റർ കൊണ്ടുവന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തെർമോമീറ്ററിന്റെ വാല്യൂ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ആദ്യം ഇത് 30 ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് നിന്ന് പയ്യെ പയ്യെ കൂടി 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 ഒരു 70 എത്തും. പിന്നെ വീണ്ടും കൂടി 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 ഒരു 95 ഡിഗ്രി സെൽഷ്യസ്, അതായത് എക്സാക്ട്ലി 95% ഓഫ് ദ ഇൻപുട്ട് വാല്യൂ എത്തുന്ന സമയത്തോളം ആ ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈം കോൺസ്റ്റന്റ്. ഈ ടൈം കോൺസ്റ്റന്റ് ആണ് ഇവിടെ പറഞ്ഞത്. 63% എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. 95% എത്താനുള്ള ടൈമിനെയാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ടൈം കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടൈം റിക്വയർഡ് ഫോർ ദ സെൻസർ reading/output to reach 63.2% of the total step change in the measurement. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റൈസ് ടൈം ആണ്. This is the time taken for the output to rise to some specified percentage of the steady state output. ഇപ്പൊ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ടിന് എത്ര സമയം എടുക്കും ഒരു സ്പെസിഫൈഡ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് ഇതിലേക്ക് എത്തിക്കാൻ. അപ്പൊ ഈ പറഞ്ഞ ഇതുവരെ ചെയ്തത് ഇപ്പൊ 95% എടുക്കാൻ എത്ര ടൈം എടുത്തോ അതിന് സിമിലർ തന്നെ ചെയ്തു ഇവിടെ. Often the time rise time refers to the time taken for the output to rise from 10% of the steady state value to 90 or 95% of the steady state value. അപ്പൊ ഇത് തന്നെ ഒരു 10%, ഇപ്പോൾ നമ്മൾ പറയുന്ന 10 ഡിഗ്രി സെൽഷ്യസ് നിന്ന് 90 ഡിഗ്രി സെൽഷ്യസ് എത്താൻ എടുത്ത ടൈം എത്രയാണോ അതിനെയാണ്
റൈസ് ടൈം എന്ന് പറയാം. ഇപ്പോൾ 10% 90 ഓർ 95% ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എടുക്കുന്ന ടൈമിനെയാണ് റൈസ് ടൈം. നെക്സ്റ്റ് ആണ് സെറ്റിലിംഗ് ടൈം. ദിസ് ഇസ് ദ ടൈം ടേക്കൺ ഫോർ ഔട്ട്പുട്ട് ടു സെറ്റിൽ ടു വിത്തിൻ സം പെർസെൻറ്റേജ് 2% ഓഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. This is the time taken for the output to settle to within some percentage 2% of the steady state value. Okay, ഇതിൽ പറയണെന്ന് പറഞ്ഞാൽ എത്ര സമയമാണ് ഔട്ട്പുട്ടിന് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്നതോ അതിനെയാണ് സെറ്റിലിംഗ് ടൈം എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.